ചൂടിന് നമുക്ക് എളുപ്പം തന്നെ കുടിക്കാൻ വേണ്ടി ഒരു സ്ക്വാഷ് ഉണ്ടാക്കാം. ലെമൺ സ്ക്വാഷ്. അതിന് വേണ്ടി 10 ലെമണും 1 കഷ്ണം ഇഞ്ചിയും 2 കഷ്ണം കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. ലെമൺ ജ്യൂസ് എളുപ്പം പിഴിഞ്ഞെടുക്കാൻ വേണ്ടി ലെമൺ ഒന്ന് കൈ കൊണ്ട് ഞെക്കി വയ്ക്കാം. ഇങ്ങനെ ചെയ്താൽ ജ്യൂസ് പെട്ടെന്ന് കിട്ടും. എല്ലാം നമുക്ക് മുറിച്ച് വയ്ക്കാം. നല്ല ജ്യൂസ് കൂടുതലുള്ള വലിയ ലെമൺ ആണെങ്കിൽ 9-10 എണ്ണം മതി. ജ്യൂസ് കുറവുള്ള ചെറിയ ലെമൺ ആണെങ്കിൽ 12 എണ്ണം എടുക്കണം കേട്ടോ. ലെമൺ എല്ലാം പിഴിഞ്ഞ് ഞാനൊരു പാത്രത്തിലേക്ക് ജ്യൂസാക്കി വെച്ചു. പിന്നെ ഇഞ്ചി നമുക്ക് ചീകി വയ്ക്കാം. 10 വലിയ ചെറുനാരങ്ങയ്ക്ക് 1 കിലോ പഞ്ചസാരയാണ് കണക്ക്. അതൊരു പാത്രത്തിലിട്ട് അതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിക്കാം. പഞ്ചസാരയുടെ മുകളിൽ നിൽക്കുന്ന മാതിരി വെള്ളം ഒഴിക്കണം. ഇനി അത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കൈ വിടാതെ ഇളക്കണം. പഞ്ചസാര മുഴുവൻ അലിഞ്ഞ് കിട്ടണം. വല്ലാതെ തിളച്ച് വറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ അകത്ത് കറുവപ്പട്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിടാം. പിന്നെ ഇഞ്ചി ചീകി വെച്ചതും കൂടി ഇടണം. എന്നിട്ട് ഇളക്കിക്കൊണ്ട് ഇരിക്കണം. തിളയ്ക്കണം. ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട കേട്ടോ. ഈ പഞ്ചസാര പാവ് നന്നായിട്ട് വെട്ടി തിളച്ച് ഇഞ്ചിയുടെയും കറുവപ്പട്ടയുടെയും ഒക്കെ ഫ്ലേവർ ആ പഞ്ചസാര വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേരണം. കുറച്ച് സമയം നമ്മളൊന്ന് തിളപ്പിക്കണം. ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട. ഒന്ന് ഒഴിച്ച വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അത്രയേ ഉള്ളൂ. തൊട്ട് നോക്കുമ്പോൾ കയ്യിലൊരു പശപശപ്പ് വേണം. അത്ര മാത്രമാണ്. അതാണ് അതിൻ്റെ ഒരു പാകം കേട്ടോ. അങ്ങനെ പഞ്ചസാര സിറപ്പ് റെഡിയായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കാം. ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കുമ്പോൾ അതിൽ കുരു ഒട്ടും വീഴാൻ പാടില്ല. കുരു വീണാൽ നമ്മളുടെ പഞ്ചസാര പാവിന് കയ്പ്പ് രസം വന്നു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഈ ജ്യൂസ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അധികം നേരം തിളയ്ക്കണ്ട. ഒരു പ്രാവശ്യം വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് അതെടുത്ത് മാറ്റാം. ഇത് തണിഞ്ഞ ശേഷം ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമുക്ക് 2 സ്പൂണ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പഞ്ചസാര ഒട്ടും ചേർക്കണ്ട. ഇപ്പോൾ ഇഫ്താർ പാർട്ടിക്കും അല്ലാതെയും നമുക്ക് കുടിക്കാൻ പറ്റുന്നൊരു ജ്യൂസാണിത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാം. ഇതിൽ ഇഞ്ചിയും കറുവപ്പട്ടയൊക്കെ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ചൂടിന് പറ്റിയ നല്ലൊരു ദാഹശമനി തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. 2 പീസ് ഐസും കൂടി ഇട്ടാൽ അടിപൊളിയാണ്.